നമുക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞാലും ഉണ്ടാവുന്ന പെയിൻ എന്ന് പറയുന്നത് ഒരുപോലെയാണ്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കുണ്ടാവുന്ന ഇമോഷൻസിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ ഹായ്, ഐ എം മേഘ്ന, പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് അറ്റ് ലോറം വെൽനെസ്. നിങ്ങൾക്കറിയോ, നമ്മുടെ ഹ്യൂമൻ ബ്രെയിന് നമുക്ക് ഉണ്ടാവുന്ന ഫിസിക്കൽ പെയിനോടും അതുപോലെ തന്നെ ഇമോഷണൽ പെയിനോടും ഒരുപോലെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്. അതായത് നമുക്ക് ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാലും അതുപോലെ നമുക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായിക്കഴിഞ്ഞാലും ഉണ്ടാവുന്ന പെയിൻ എന്ന് പറയുന്നത് ഒരുപോലെയാണ്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കുണ്ടാവുന്ന ഇമോഷൻസിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആദ്യം തന്നെ ഇങ്ങനെ ഇമോഷൻസിൽ ഉണ്ടാവുന്ന സമയത്ത്, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഇമോഷനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഐ ഫീൽ സാഡ് അല്ലെങ്കിൽ ഐ ഫീൽ ഫിയർ ഓർ ഐ ഫീൽ ആങ്കർ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതർവൈസ് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അറിയില്ല നമ്മൾ എന്ത് ഇമോഷനാണ് ഫീൽ ചെയ്യുന്നതെന്ന്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഇമോഷൻ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് വൺ, പ്രാക്ടീസിങ് സെൽഫ് കമ്പാഷൻ എന്നുള്ളതാണ്. അതായത് സ്വയം സംസാരിക്കുക. നമ്മൾ നമ്മളോട് തന്നെ പറയാം, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, എൻ്റെ ഉള്ളിലൂടെ ഇത്തരം തോട്ടുകളാണ് പോകുന്നത് അല്ലെങ്കിൽ ഇത്തരം ഇമോഷൻസ് ആണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ പറയുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇമോഷൻസിനെ വെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതൊന്ന് കുറിച്ച് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഒരു ക്ലാരിറ്റി വരും. സോ ജേർണലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഇമോഷൻ വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രാക്ടീസിങ് മൈൻഡ്ഫുൾ ടെക്നിക്സ്, അതുപോലെ തന്നെ ബ്രീത്തിങ് ടെക്നിക്സുകൾ. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ ബ്രീത്തിങ് എക്സസൈസുകൾ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ വീഡിയോസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളെ തന്നെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി റിലാക്സേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആ ആളോട് നമ്മുടെ ഇമോഷൻസ് വെൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും, സോ ചിലവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ഏറ്റവും കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ തോട്ടുകൾ അവരെടുത്ത് നമ്മൾ അറിയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഹെൽപ്പ് സീക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ ഔട്ട്ബേസ്റ്റുകളിൽ വളരെ ഷൈ ആയിട്ട് ഫീൽ ചെയ്യാതെ അല്ലെങ്കിൽ അതിൽ സ്റ്റക്ക് ആവാതെ അതിനെ ഫീൽ ചെയ്തുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. ദെൻ മൂവ് ഫോർവേഡ് എന്നുള്ളതായിരിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇഫ് യു വാണ്ട് ടു നോ മോർ, you can always reach out to us. Thank you.